നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2022 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, ഫിഷറീസ്, ഫോറസ്ട്രി, അതുപോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 3 പ്രോഗ്രാമുകൾ, ഇങ്ങനെ 11 പ്രോഗ്രാമുകൾക്കും ജൂലൈ 4 തീയതി കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊപ്പം നടന്ന ബി.ഫാം പരീക്ഷയുടെ റാങ്കിനനുസരിച്ചുള്ള ബി.ഫാമിൻ്റെ ഗവൺമെൻറ് കോളേജുകളുടെയും സ്വകാര്യ കോളേജുകളുടെയും അങ്ങനെ മൊത്തം 12 കോഴ്സുകളിലോട്ടുള്ള കേരള എൻട്രൻസ് കമ്മീഷനുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, നീറ്റ് 2022 റാങ്കിനനുസരിച്ച് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും MBBSൻ്റെയും BDSൻ്റെയും 1ാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിയുകയും ചെയ്തു. ഇനി 2ാം ഘട്ട അലോട്ട്മെൻറ്റ് 24 തീയതിയോടുകൂടിയാണ് MBBS BDS വരാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അലൈഡ് കോഴ്സുകളുടെ 1ാം ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. BDSലൊക്കെ ചേർന്ന് നിൽക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBSലൊക്കെ ചേർന്ന് നിൽക്കുന്ന കുട്ടികൾക്ക് അഗ്രികൾച്ചറോ വെറ്റിനറിക്കോ ഹോമിയോയ്ക്കോ ആയുർവേദത്തിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്തും അതോടൊപ്പം തന്നെ ഓപ്ഷൻ കൊടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് മാറുകയും ഈ അലൈഡ് കോഴ്സ് വഴി മുന്നോട്ട് പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇനിയും പ്രസിദ്ധീകരിക്കാനുണ്ട്. അതും ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. നമുക്കതിന് ശേഷം കേരളത്തിലൊരു അലൈഡ് കോഴ്സിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വെറ്റിനറിയുടെ കോളേജുകളിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഈ 1ാം ഘട്ടത്തിന് ശേഷം പോകാൻ അനുവാദമുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ MBBS BDSനൊക്കെ അപ്പുറം അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും ആയുർവേദത്തിനും ഹോമിയോയ്ക്കൊക്കെ താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ട്. ഗവൺമെൻറ് മേഖലയിലൊക്കെ ഒരു സീറ്റിന് വേണ്ടിയിട്ട് നീറ്റ് 2022 എക്സാം എഴുതിയ കുട്ടികൾക്ക്, അതുപോലെ ബി.ഫാമിൻ്റെ ഗവൺമെൻറ് മേഖലയ്ക്കൊക്കെ വേണ്ടിയിട്ട് പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ ഇത് 1ാം ഘട്ടത്തിലാണ് നടക്കുന്നത്. ഇനി 2ാം ഘട്ടം നടക്കും. അതിനുശേഷം വേക്കൻസി ഉണ്ടെങ്കിൽ 3ാമത്തെ മോപ്പപ്പ് നടക്കും. അതിനും ശേഷം 4-5 വേക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം. 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഈ ഒരവസരം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ ഘട്ടത്തിലും പുതിയതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഓപ്ഷനുകൾ ആഡ് ചെയ്യാനാവില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അഗ്രികൾച്ചറാണ് താല്പര്യം. ഇനി അഗ്രികൾച്ചർ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഉണ്ടായാൽ നമ്മൾ മറ്റൊരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴേ നമ്മൾ പറയണം. നമുക്ക് 2ാമത്തെ റൗണ്ടിൽ അഗ്രികൾച്ചർ കിട്ടിയില്ല എങ്കിൽ ആയുർവേദമാണ് വേണ്ടതെങ്കിൽ, അല്ലെ ആയുർവേദം കിട്ടിയില്ല അഗ്രികൾച്ചറാണ് വേണ്ടതെങ്കിൽ ഇപ്പോഴേ നമ്മുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം. ഗവൺമെൻറ് കിട്ടിയില്ല എങ്കിൽ സ്വകാര്യ മേഖലയിലെ സീറ്റ് വേണമായിരുന്നെങ്കിൽ ഈ റൗണ്ടിലെ നമ്മൾ അത് ഉൾപ്പെടുത്തണം. ഈ റൗണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടിയാലും അടുത്ത റൗണ്ടിൽ നമുക്ക് ഹയർ ഓപ്ഷൻസ് കൺഫേം ചെയ്ത് വേണമെങ്കിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറാൻ അനുവദിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 12 കോഴ്സുകളിൽ അതിൽ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഓപ്ഷൻ കൊടുക്കാൻ ഈ ഒരു അവസരം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? നമ്മൾ ഓപ്ഷനുകൾ കൊടുത്തു. ആയുർവേദവും അഗ്രികൾച്ചറും വെറ്റിനറിയും ഫിഷറീസും ഫോറസ്ട്രിയും സിദ്ധയും യുനാനിയും ബി.ഫാമും ഒക്കെ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കാം. നമ്മുടെ ഏറ്റവും കൂടുതൽ താല്പര്യം അഗ്രികൾച്ചർ ആയിരിക്കാം, ബി.ഫാം ആയിരിക്കാം, വെറ്റിനറി ആയിരിക്കാം. ഏതാണോ നമ്മുടെ താല്പര്യം, ആദ്യത്തെ താല്പര്യമുള്ള കോഴ്സുകൾ ആദ്യം വെച്ചു, 2ാമത് നമുക്ക് പിന്നെ താല്പര്യമുള്ളത് വെച്ചു. അങ്ങനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കോഴ്സുകളെല്ലാം ആഡ് ചെയ്തു. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അലോട്ട്മെൻറ്റ് വന്നു. 1ാം ഘട്ടത്തിൽ നമുക്കൊരു സീറ്റ് വന്നു. എനിക്കിപ്പോൾ ഇത് വേണ്ട, ഇതിന് മുകളിലുള്ളത് മതി എന്ന് പറയാനാവില്ല. പിന്നെ നമ്മളെ പരിഗണിക്കാതെ പോകും. അലോട്ട്മെൻറ്റ് വന്നിട്ട് അതെടുത്തില്ല എങ്കിൽ പിന്നീട് കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കുകയുമില്ല. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മോപ്പപ്പിലൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പരിഗണിക്കുകയുള്ളൂ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കുക, 2022-23 അധ്യയന വർഷം നമുക്ക് പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ നമ്മളുടെ പ്രിഫറൻസ് ഓർഡറിൽ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രിഫറൻസ് ഓർഡർ ഓരോ കോഴ്സിനും കോളേജിനും ഒക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഈ 12 കോളേജുകളിലും 12 കോഴ്സുകളിലും ഏത് വേണമെങ്കിലും ഇപ്പോൾ കൊടുക്കാനൊരു അവസരം ഉണ്ട് താനും. അത് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 18-ാം തീയതി, അതായത് നവംബർ 18-ാം തീയതി മുതൽ 22-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമേ നമുക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്യാനാവുകയുള്ളൂ. 22-ാം തീയതി വൈകുന്നേരം വരെ ഉണ്ടെന്ന് വിചാരിക്കരുത്. 22-ാം തീയതി രാവിലെ 10 മണിക്ക് ഈ അലൈഡ് കോഴ്സുകളുടെ ഓപ്ഷൻ എൻട്രിങ് അവസാനിക്കും.
അതുവരെ 22-ാം തീയതി 10 മണി വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൈറ്റിൽ പ്രവേശിക്കുവാനും കോഴ്സുകൾ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിരിക്കും. 22-ാം തീയതി രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ 1-ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നമ്മൾ ആ കോളേജിൽ പോയി ചേരുന്നു. കോളേജിൽ ചേർന്നതിന് ശേഷം ഹയർ ഓപ്ഷൻ നിലവിലുണ്ടെങ്കിൽ 2-ാം ഘട്ടത്തിൽ നമ്മൾ 2-ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഹയർ ഓപ്ഷൻസ് കൺഫേം ചെയ്യുകയും അവിടെ വേണമെങ്കിൽ നമ്മൾ കൊടുത്തിരുന്ന ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ 1-ാം ഘട്ടത്തിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മുഴുവൻ കോളേജുകളും കോഴ്സുകളും നമുക്ക് ഈ 2 ഘട്ടത്തിനും വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം 22-ാം തീയതി രാവിലെ 10 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. കോഴ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. നമ്മൾ പല ആവർത്തി ഓരോ കോഴ്സുകളെയും കുറിച്ച് അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളെക്കുറിച്ച് ജോലി സാധ്യതകളെക്കുറിച്ച് ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെക്കുറിച്ച് അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ ഏതൊരു കോഴ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളെക്കുറിച്ച് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബ്രില്യൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ജോബി സെബാസ്റ്റ്യൻ സാറിൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം സാർ ഓരോ കോഴ്സിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, മെഡിക്കൽ അലൈഡ്, ബി ഫാമിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ താല്പര്യവും കൂടെ നോക്കിയിട്ട് നിങ്ങൾ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കണം. BAMS ആയുർവേദത്തിൻ്റെ ഗവൺമെൻറ് കോളേജുകളുണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 50% നമുക്ക് ലഭിക്കുക. 50% ആ കോളേജുകൾ നേരിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. BSMS സിദ്ധ, അതുപോലെ തന്നെ ഹോമിയോപ്പതി, BHMS ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. യുനാനി, BUMS, അഗ്രികൾച്ചറും ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. അഗ്രികൾച്ചറിൻ്റെ 85% സീറ്റുകളാണ് നീറ്റ് 2022 മാർക്കിനനുസരിച്ച് തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന് എടുക്കുന്നത്. കേരളത്തിലെ ഈ 4 അഗ്രികൾച്ചർ കോളേജിൽ ഉൾപ്പെടെ 15% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ICARൻ്റെ കൗൺസിലിംഗ് വഴിയാണ്. അവിടെയും നമുക്ക് ഓപ്ഷനുകൾ കൊടുക്കാം. പിന്നെയുള്ളത് ഫോറസ്ട്രിയും ഫിഷറീസുമാണ്. ഓരോ കോഴ്സുകളുണ്ട്. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന പ്രോഗ്രാമുകൾ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി. മാത്തമാറ്റിക്സ് പഠിക്കാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉപയോഗിച്ച് നീറ്റ് എക്സാം എഴുതിയിട്ട് ബയോടെക്നോളജിക്ക് അഡ്മിഷൻ കിട്ടുന്ന ഏക മേഖലയുമാണ് കേരള അലോട്ട്മെൻറ്റ്. അതുപോലെ തന്നെ വെറ്റിനറി, ഫിഷറീസ്, ബി ഫാം. നമുക്കറിയാം എഞ്ചിനീയറിംഗിൻ്റെ ജൂലൈ 4-ാം തീയതി നടന്ന എക്സാമിൽ നിന്നെ പേപ്പർ 1-ൽ നിന്നാണ് ബി ഫാം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനും നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ എവിടെയാണോ ആഗ്രഹം, നമുക്ക് ഏറ്റവും ആഗ്രഹം ബി ഫാം ആണെങ്കിൽ ബി ഫാമിൻ്റെ കോളേജുകൾ ആദ്യം വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് അഗ്രികൾച്ചറെങ്കിൽ അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ സെലക്ട് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് വെറ്റിനറി എങ്കിൽ വെറ്റിനറി സെലക്ട് ചെയ്യുക, ആയുർവേദം സെലക്ട് ചെയ്യുക, ഹോമിയോ സെലക്ട് ചെയ്യാം. നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പോകാവുന്ന കോഴ്സുകളുടെ പ്രിഫറൻസ് ഓർഡർ, മുൻഗണനാക്രമമാണ് നമ്മൾ എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കേണ്ടത്. അതിൻ്റെ ഷെഡ്യൂളിലൂടെ നമുക്ക് കണ്ണോടിച്ച് കഴിഞ്ഞാൽ 22-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമേ നമുക്ക് ഓപ്ഷനുകൾ കൊടുക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. കേരളത്തിൻ്റെ മെഡിക്കൽ അലൈഡിൻ്റെ 1-ാം ഘട്ടത്തിലേക്കും 2-ാം ഘട്ടത്തിലേക്കും നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം 22-ാം തീയതി രാവിലെ 10 മണിക്ക് അവസാനിക്കും. 2-ാം ഘട്ടത്തിൽ പുതിയതായി ഒരു കാരണവശാലും നിങ്ങൾക്കൊരു കോളേജോ കോഴ്സോ ആഡ് ചെയ്യാൻ ആവുകയില്ല. നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും മുകളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾ ആ ഓപ്ഷൻ കൊടുത്തതിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായിരുന്നാലും അഗ്രികൾച്ചറിന് മാത്രമേ പോകുന്നുള്ളെങ്കിൽ അഗ്രികൾച്ചർ മാത്രം വെച്ചാൽ മതി. ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും 2-ാം ഘട്ടത്തിൽ കൺഫേം ചെയ്താൽ 2-ാം ഘട്ടത്തിൽ പരിഗണിക്കും. 2-ാം ഘട്ടത്തിലും പരിഗണിച്ചില്ലെങ്കിൽ 3-ാം ഘട്ടത്തിൽ പരിഗണിക്കും. പോകാവുന്ന കോളേജുകളും കോഴ്സുകളെ വെക്കാവുള്ളൂ. പക്ഷേ അത് വെക്കാനായിട്ട് 22-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമേ അവസരമുള്ളൂ. 24-ാം തീയതിയാണ് അതിൻ്റെ പ്രൊവിഷണലായിട്ടൊരു അലോട്ട്മെൻറ്റ് റിസൾട്ടും 25-ാം തീയതി നവംബർ 25-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഡിസംബർ 2-ാം തീയതി 4 മണിക്കകം നമ്മൾ എൻട്രൻസ് കമ്മീഷൻ അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കുകയും കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം നേടുകയും ചെയ്യണം. ഡിസംബർ 2-ാം തീയതി 4 മണിക്കകം ഏത് കോളേജിൽ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും ഈ അലോട്ട്മെൻറ്റിൽ മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് കമ്മീഷൻ ഓഫീസ് വഴി ഓൺലൈനായിട്ടോ തിരഞ്ഞെടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഫീസ് അടയ്ക്കുകയും ആ കോളേജുകളിലെല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ചെന്ന് പ്രവേശനം നേടുകയും ചെയ്യണം. MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് നടന്നതുപോലെ തന്നെ വിവിധ കാറ്റഗറികളുടെ റിസർവേഷൻ അനുസരിച്ച് നമ്മൾ മെയിൽ അപ്ലൈ ചെയ്തതനുസരിച്ച് എല്ലാ റിസർവേഷനുകളും അനുസരിച്ച് തന്നെയായിരിക്കും ഈ അലോട്ട്മെൻറ്റും നടക്കുന്നത്. ആയുർവേദത്തിന് BAMSന് 13,230 രൂപയായിരിക്കും വാർഷിക ഫീസ്.
ഹോമിയോയ്ക്ക് 1260 രൂപയും ബി ഫാമിന് 16,540 രൂപയായിരിക്കും വാർഷിക ഫീസ്. അഗ്രികൾച്ചറിന് 15,000 രൂപയും ഫോറസ്ട്രിക്ക് 15,000, വെറ്റിനറിക്ക് 20,790, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 15,000, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസിന് 15,000, ബയോടെക്നോളജിക്ക് 30,000, ഫോറസ്ട്രിക്ക് 16,000. ഇതുപോലെ ആയിരിക്കും വാർഷിക ഫീസ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിന് 2,82,000 രൂപയാണ് നമ്മൾ ആദ്യം അടയ്ക്കേണ്ടി വരുന്നത്. ട്യൂഷൻ ഫീസായിട്ട് 2 ലക്ഷവും സ്പെഷ്യൽ ഫീസായിട്ട് 82,000 ഉൾപ്പെടെ 2,82,000 രൂപ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. BSMS സിദ്ധായ്ക്ക് 2,72,000 രൂപയും യുനാനിക്കും 2,72,000 രൂപ. ബി ഫാം സെൽഫ് ഫിനാൻസിങ് ഇതിനകത്തുണ്ട്. 98,000 രൂപയായിരിക്കും വാർഷിക ഫീസ്. ഏതൊക്കെ കോളേജുകളാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും കോളേജുകളുടെ ലിസ്റ്റും ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. 24-ാം തീയതി നമുക്കൊരു അലോട്ട്മെൻറ്റ് പ്രൊഫഷണലായിട്ട് കിട്ടിയാൽ 25-ാം തീയതി ഫൈനൽ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഡിസംബർ 2-ാം തീയതിക്കുള്ളിൽ ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ തുകയും ഓൺലൈനായിട്ടോ തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസ് വഴിയോ നമ്മൾ അടച്ചിട്ട് വേണം കോളേജുകളിൽ ചെന്ന് പ്രവേശനം നേടുവാൻ. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഡിസംബർ 2-ാം തീയതിക്കുള്ളിൽ നമ്മൾ ആ കോളേജുകളിൽ ചെന്ന് പ്രവേശനം നേടിയില്ല എങ്കിൽ തുടർന്ന് നടക്കുന്ന മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റിൽ നമ്മളെ പങ്കെടുപ്പിക്കുകയില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അധ്യയന വർഷം നമ്മൾ പോകും, ഉറപ്പായിട്ടും പോകും, ചേർന്ന് പഠിക്കും എന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ ഉണ്ടാകാൻ പാടുള്ളൂ. 2021 മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആയുർവേദത്തിൻ്റെ ഗവൺമെൻറ് കോളേജുകളിൽ ഏതാണ്ട് അലൈഡ് കോഴ്സുകളുടെ 2-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ 7,340 വരെയുള്ളവർക്ക് ഗവൺമെൻറ് മേഖലയിലും ഏതാണ്ട് 26,000 വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിനും 2 ലക്ഷം രൂപ ഫീസ് ഘടനയിൽ കിട്ടിയിട്ടുണ്ട്. അഗ്രികൾച്ചറിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 2021 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 5,700 വരെയുള്ള കുട്ടികൾക്ക് കേരള മെഡിക്കൽ അനുസരിച്ച് 2-ാം ഘട്ടത്തിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഫിഷറീസിന് 8,500-ഉം വെറ്റിനറിക്ക് 4,150 വരെയുമാണ് 2021 2-ാം ഘട്ടത്തിൽ പ്രവേശനം ലഭിച്ചത്. ഹോമിയോയ്ക്ക് 9,058 വരെ തന്നെ ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ഹോമിയോ ഉള്ളൂ. 1,290 രൂപ മാത്രമേ വാർഷിക ഫീസ് ഉള്ളൂ. 9,058 വരെയാണ് കഴിഞ്ഞ വർഷം കേരള മെഡിക്കലിൻ്റെ അലൈഡ് കോഴ്സുകളുടെ 2-ാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് നടന്നത്. ക്ലൈമറ്റ് ചേഞ്ചിന് 8,203 വരെയും, സിദ്ധ സ്വകാര്യ മേഖലയിലായതുകൊണ്ട് 27,600 വരെയും, യുനാനിക്ക് 28,000 വരെയും, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 9,722, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസ് 9,321, ഫോറസ്ട്രി 7,843. ഇതാണ് 2021 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഇനി ഓരോ കാറ്റഗറികളുടെയും ഏത് അലോട്ട്മെൻറ്റ് വരെ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡർ എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കോളേജുകളുടെ അനുസരിച്ച് ദൂരത്തിനനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കേണ്ടതാണ്. കീം 2022 ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇടത്ത സൈഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ കോഴ്സുകളുടെ 36 ഓപ്ഷൻസാണ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അഗ്രികൾച്ചറും വെറ്റിനറിയും ഉൾപ്പെടെ 36 ഓപ്ഷൻസ്. ഈ കുട്ടി ബി ഫാം ഓപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ബി ഫാം ഇല്ല, ബി ഫാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസും കാണാം. അപ്പം നമുക്ക് അർഹതയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇടത്ത സൈഡിൽ കാണാം. ഇതിനെ നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ സെലക്ട് ചെയ്യുമ്പോഴാണ് എൻട്രൻസ് കമ്മീഷൻ നമ്മുടെ റാങ്കിൻ്റെയും റിസർവേഷനെയും അനുസരിച്ച് നമുക്ക് ഏത് സീറ്റാണ് അലോട്ട് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാൻ സാധിക്കുന്നത്. നമ്മളുടെ റാങ്കിൻ്റെയും റിസർവേഷനും അനുസരിച്ച് നമ്മൾ 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ ഓപ്ഷനിലും നമ്മളെ ജനറലായിട്ടും റിസർവേഷൻ ഏതൊക്കെയുണ്ടോ അതിനനുസരിച്ച് നമ്മളെ പരിഗണിക്കും. ആദ്യം ഒന്നാമത്തത് നോക്കും, ഒന്നാമത്തത് തരാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തത് നോക്കും, രണ്ടാമത്തത് നോക്കിയില്ലെങ്കിൽ തരാൻ പറ്റിയില്ലെങ്കിൽ മൂന്നാമത്തത് നോക്കും. അങ്ങനെ നമുക്ക് ഈ കിടക്കുന്ന ഓപ്ഷൻസിനെ നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. നമ്മുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും സാധ്യതയനുസരിച്ച് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട സീറ്റ് ലഭിക്കുകയും ചെയ്യും. അഗ്രികൾച്ചറാണ് ആദ്യം ഓപ്ഷൻ കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് അഗ്രികൾച്ചർ മാത്രം കൊടുക്കാം. അഗ്രികൾച്ചർ ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് കോളേജാണോ നമുക്ക് താല്പര്യമുള്ളത് അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. അത് റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ അത് നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ ആകും. ഇപ്പോൾ അഗ്രികൾച്ചർ കോഴ്സിൻ്റെ പ്രിഫറൻസ് ഓർഡർ ഞാൻ സെലക്ട് ചെയ്തതായി. ഇതുപോലെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് റാങ്കിൻ്റെ ഓർഡറിൽ, നല്ല കോളേജുകളുടെ ഓർഡറിലോ നിങ്ങളുടെ വീടുകളിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഓർഡർ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് നിർബന്ധമായും സേവ് ചെയ്യണം. സേവ് ചെയ്യുകയും പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ് എടുക്കുകയും ചെയ്യണം.
പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ് എടുത്താൽ മാത്രമേ ഇത് എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ സേവ് ആയെന്നും ഇത് കോഴ്സുകളും കോളേജുകളിലും നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ നിങ്ങൾക്ക് ഒന്നും കൂടെ നോക്കാനും മാത്രം പറ്റുകയുള്ളൂ. നിങ്ങൾ ഈ അവസാനം ഇത് 22-ാം തീയതി രാവിലെ 10 മണി വരെ നിങ്ങൾക്ക് എത്ര വേണേലും കോഴ്സുകൾ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കും. അഗ്രികൾച്ചറിന് മാത്രമേ പോകുന്നുള്ളെങ്കിൽ അത് മാത്രം വെച്ചാൽ മതി. ഇനി ആയുർവേദമാണ് പോകുന്നതെങ്കിൽ ആയുർവേദം സെലക്ട് ചെയ്യാം, ഹോമിയോ സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യുകയും നിങ്ങൾ അവസാനം ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. ഒരു കുട്ടിക്ക് ആയുർവേദമാണ് ആദ്യം കൊടുക്കേണ്ടതെങ്കിൽ ആയുർവേദം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹോമിയോ സെലക്ട് ചെയ്യുക. ഏതാണോ താങ്കൾക്ക് താല്പര്യം അതനുസരിച്ച് കൊടുക്കുക. നമുക്ക് കിട്ടുമോ കിട്ടുകയില്ലയോ നോക്കണ്ട, നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. നമ്മളതനുസരിച്ച് സേവ് ചെയ്യുന്നു. ഹോമിയോയ്ക്ക് ശേഷം നമുക്ക് വേണ്ടത് വെറ്റിനറി ആണെങ്കിൽ വെറ്റിനറി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സുകളുമായിരിക്കണം. അതിനുശേഷം ഫിഷറീസ് ആവാം, ഫോറസ്ട്രി ആവാം, ഏതും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫിഷറീസിന് തുടങ്ങി 2 കോളേജുകളാണുള്ളത്. പനങ്ങാടും ഉണ്ട്, പയ്യന്നൂരും ഉണ്ട്. പുതിയതായിട്ട് തുടങ്ങിയതാണ് പയ്യന്നൂർ. അപ്പം അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച്. അത് കേരള എൻട്രൻസ് കമ്മീഷണർ നമ്മളുടെ റാങ്ക് വരുമ്പോൾ നമ്മുടെ റാങ്കിൻ്റെയും റിസർവേഷനും അനുസരിച്ച് നമ്മൾ പരിഗണിച്ച് നമുക്ക് ഏറ്റവും അർഹതയുള്ള സീറ്റ് നൽകുകയും ചെയ്യും. അപ്പം ഇവിടെ കിടക്കുന്ന മൊത്തം ഓപ്ഷൻസിനെ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് സേവ് ചെയ്യണം. ആ സേവ് ചെയ്ത് അതിൻ്റെ ഏറ്റവും അവസാനം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് മേഖല തന്നെയാണോ, സ്വകാര്യ മേഖലയാണോ, കോളേജുകളുടെ പേര്, കോഴ്സുകളുടെ പേര്, ഇതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ എന്നുള്ളത് നോക്കണം. ഏറ്റവും അവസാനം സേവ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. നീറ്റ് 2022 നമ്മളുടെ സാധ്യതകളുടെ കേരള അലോട്ട്മെൻറ്റ് വഴിയുള്ള കേരള എൻട്രൻസ് കമ്മീഷനുടെ അലോട്ട്മെൻറ്റ് വഴിയുള്ള എല്ലാ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റ് ഇതോടുകൂടി ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം MBBS BDS ഉൾപ്പെടെ 13 കോഴ്സുകളാണ് നീറ്റ് 2022 റാങ്കിനനുസരിച്ച് മാർക്കിനനുസരിച്ച് കേരള എൻട്രൻസ് കമ്മീഷണർ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും നമുക്ക് ഈ അധ്യയന വർഷത്തിൽ 2022-23 അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിക്കാവുന്ന മുഴുവൻ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റുകൾ ആരംഭിച്ചിരിക്കുന്നു. MBBS BDS ഒരു ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം 24-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നു. അലൈഡ് കോഴ്സുകളുടെ മുഴുവൻ കോഴ്സുകളുടെയും 11 കോഴ്സുകളുടെയും 1ാം ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 22-ാം തീയതി രാവിലെ 10 മണി വരെ ഓപ്ഷൻ കൊടുക്കാം. ഇതിനനുസരിച്ച് നിങ്ങൾക്കിനി ഓൾ ഇന്ത്യ അഗ്രികൾച്ചറോ ഓൾ ഇന്ത്യ വെറ്റിനറിയുടെയോ കൗൺസിലിംഗ് നടക്കുമ്പോൾ അങ്ങോട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടാവും. MBBSൻ്റെയോ BDSൻ്റെയോ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ അല്ലെ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ ഇതിലൊരു കോളേജിൽ പ്രവേശനം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് MBBSൻ്റെയോ BDSൻ്റെയോ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ അങ്ങോട്ടും മാറാനുള്ള സാഹചര്യമുണ്ട്. യാതൊരു തരത്തിലും പേടിക്കേണ്ടതായിട്ടില്ല. ഒരു അലൈഡ് കോഴ്സിൽ നിന്ന് കഴിഞ്ഞാൽ MBBS BDSൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഏറ്റവും അവസാനം നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീറ്റ് 2022 മാർക്കിനനുസരിച്ച് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള കേരള എൻട്രൻസ് കമ്മീഷനുടെ അലോട്ട്മെൻറ്റുകളുടെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിങ്ങളുടെ താല്പര്യത്തിലുള്ള കോഴ്സുകളും കോളേജുകളും സെലക്ട് ചെയ്ത് അതിനകത്ത് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ ഓഫീസ് വഴി ഫീസ് അടച്ച് ഓൺലൈനായിട്ടോ തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസ് വഴിയോ ഫീസ് അടച്ച് ആ കോളേജുകളിൽ ചെന്ന് ഡിസംബർ 2-ാം തീയതിക്കുള്ളിൽ പ്രവേശനം നേടുകയും ചെയ്യണം. നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് വന്നിട്ട് നിങ്ങൾ പ്രവേശനം നേടിയില്ല എങ്കിൽ തുടർന്നുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ നിങ്ങളെ പങ്കെടുപ്പിക്കുകയുമില്ല. പിന്നെ ഏറ്റവും അവസാനം വേക്കൻസി ഉണ്ടെങ്കിൽ വേക്കൻസിക്ക് അനുസരിച്ച് നടക്കുന്ന അലോട്ട്മെൻറ്റുകളിൽ മാത്രമേ നിങ്ങളെ പിന്നീട് പങ്കെടുപ്പിക്കുകയുള്ളൂ. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചുള്ള ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് MBBS BDSൻ്റെത് നമുക്കറിയാം 3ാം ഘട്ടവും 4ാം ഘട്ടവും നടക്കാനുണ്ട്. ആയുഷ് വഴിയുള്ള ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും അലോട്ട്മെൻറ്റ് ആയുഷിൻ്റെ വെബ്സൈറ്റിൽ നടക്കാനുണ്ട്. അതിൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ എല്ലാ സാധ്യതകളും വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങളുടെ എല്ലാ സാധ്യതകൾക്കും അനുസരിച്ചുള്ള നിങ്ങളുടെ ഏറ്റവും താല്പര്യമുള്ള കോളേജുകളിൽ നിങ്ങൾ പ്രവേശനം നേടേണ്ടതാണ്. എല്ലാ അപ്ഡേഷൻസും ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനൽ വഴി യഥാസമയം നൽകിക്കൊള്ളാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.